ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് അവെയർനെസ് തിയറിയാണ്. സോഷ്യൽ സൈക്കോളജിയിലെ 3rd മൊഡ്യൂളിൽ വരുന്നതാണ് സെൽഫ് അവെയർനെസ് തിയറി. സെൽഫ് അവെയർനെസ് തിയറിയിലോട്ട് നയിക്കുന്നത് സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെൽഫ് അവെയർനെസ് തിയറി ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് ഷെല്ലി ഡുവലും റോബർട്ട് വിക്ലൻഡ് എന്ന് പറയുന്ന 2 സൈക്കോളജിസ്റ്റുകളാണ് 1972. അവരുടെ ഹൈപ്പോത്തസിസ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഡിവിജ്വൽസ് ക്യാൻ എയ്തർ ഫോക്കസ് ഓൺ ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഓർ ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അറ്റ് എ ഗിവൺ മൊമെൻറ്റ്. ഒരു പ്രത്യേക മൊമെൻറ്റിൽ ഒന്നുകിൽ ഒരു വ്യക്തിക്ക് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇതായിരുന്നു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഇവർ നടത്തുകയുണ്ടായി. They sought to prove that the performance of an individual would change if the person become more self-aware. They found that individuals who faced themselves in the mirror were more self-aware and would change their behavior. They proved their theory right and the self-awareness theory came to be. അപ്പം സ്വയം താൻ ആരാണെന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് വളരെ നന്നായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ സഹകരിക്കാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പം ഒരു മിററിൽ കൂടുതൽ സമയം അവരെ മിറർ കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെൻറ്റിന് വിധേയമാക്കിയ സമയത്ത് ഈ ഇൻഡിവിജ്വൽസിനൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ബിഹേവിയറൽ ചേഞ്ച് വരുത്താൻ പറ്റുമെന്നൊക്കെ അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഈ ഒരു സെൽഫ് അവെയർനെസ് തിയറിയിലേക്ക് ഇവരെത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. കടക്കാരൻ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ കടക്കാരന് അവിടെ ഭയങ്കര തിരക്കുണ്ടെന്ന് കണ്ടപ്പോൾ നിങ്ങൾ കാശ് കൊടുക്കാണ്ട് പോകുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു സാമർത്ഥ്യം കാണിച്ച് നിങ്ങൾ കാശ് കൊടുക്കാണ്ട് പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട്, ക്ലോസ് ഫ്രണ്ടിനോട് നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ടുള്ളൊരു നിമിഷം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. പക്ഷേ വേണ്ടായിരുന്നു, ഒരു ഗിൽട്ടൊക്കെ ഫീൽ ചെയ്യും. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത്, നിങ്ങളെക്കുറിച്ച് ആ സംഗതിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളിൽ ഓൾറെഡി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മൂല്യങ്ങളുണ്ടല്ലോ. ചെറുപ്പം മുതലേ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും മതസ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കേട്ട് വളർന്നിട്ടുള്ള, നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നിങ്ങളുടെ സെൽഫിലുള്ള വാല്യൂസ്, ആ വാല്യൂസുമായിട്ട് ഇത് ഒത്തുപോകുന്നില്ലല്ലോ എന്നുള്ള ചിന്തയാണ് നിങ്ങളെ ഗിൽറ്റ് ഫീലിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആ കൊണ്ടെത്തിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് അവെയർനെസ് ആണ്. നിങ്ങളുടെ സെൽഫ് ഇതല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫിൻ്റെ വാല്യൂസ് എന്താണെന്ന് നിങ്ങൾ ശരിക്കും അവെയറാണ് എന്നുള്ളത് കൊണ്ടാണ് അത്തരം ഒരു ഗിൽറ്റ് ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് സെൽഫ് അവെയർനെസ് തിയറി എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സെൽഫ് അവെയർനെസ് തിയറി ഈസ് ദ ഐഡിയ ദാറ്റ് വെൻ വി പേ അറ്റൻഷൻ ടു അവർ സെൽഫ്സ് ത്രൂ ഇൻട്രോസ്പെക്ഷൻ ഓർ സം അതർ വേ, ഇൻട്രോസ്പെക്ഷനിലൂടെ മറ്റേതെങ്കിലും ഒരു വിധത്തിൽ നമ്മളിലേക്ക് അറ്റൻഷൻ പേ ചെയ്യുന്ന സമയത്ത് വി ജഡ്ജ് അവർ സെൽഫ്, നമ്മളെ തന്നെ വിലയിരുത്തും അക്കോർഡിംഗ് ടു അവർ വാല്യൂസ്. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള മൂല്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. ഇൻ ദ എക്സാമ്പിൾ അബവ്, യുവർ ബിഹേവിയർ വാസ് ഔട്ട് ഓഫ് ദ ലൈൻ വിത്ത് യുവർ വാല്യൂസ് ആൻഡ് ദെർഫോർ യു ഫെൽറ്റ് ഗിൽറ്റി അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇനി സെൽഫ് അവെയർനെസ്സിൻ്റെ തിയറിയുടെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, focus on the self. The core concept is that when attention is directed inwards, individuals become more conscious of their own thoughts, feelings and behaviors, prompting the self-reflection and comparison against personal standards. അതായത് സ്വയം കേന്ദ്രീകൃതമാകും, അല്ലെങ്കിൽ സ്വന്തം സ്വത്വത്തിനോട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ചിന്തകൾ പോകുന്നത്. നമ്മുടെ അറ്റൻഷൻ ഇൻവേർഡായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയേഴ്സ് ഒക്കെയാണ്, അതായത് നമ്മൾ സ്വയം പ്രതിഫലിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള
പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അതിനോട് ഒത്തുപോകുന്നുണ്ടോ എൻ്റെ സ്വഭാവം, എൻ്റെ ക്യാരക്ടർ, എൻ്റെ തോട്ട്സ് എന്ന് നമ്മൾ ചിന്തിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനോട് ശരി വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും, അല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകും. ഓക്കെ, അപ്പോൾ അതാണ് ഫോക്കസ് ഓൺ സെൽഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് മിറർ ഇഫക്റ്റ്. റിസർച്ച് often uses mirrors as a tool to induce self-awareness, as seeing oneself reflected can trigger a heightened state of self-focus. നമ്മളെ തന്നെ കണ്ണാടിയിൽ കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ സത്വബോധം ഉണരാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് മിറർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൽഫ് അവെയർനെസ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തുന്ന സമയത്ത് കണ്ണാടി സാധാരണ ഉപയോഗിക്കാറുണ്ട്. കണ്ണാടിക്ക് വലിയൊരു പങ്കുണ്ട്. നമ്മുടെ തന്നെ പ്രതിഫലനം കാണുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് കൂടുതലായിട്ട് ബോധവാന്മാരാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെൽഫ് ഇവാലുവേഷൻ ആൻഡ് ബിഹേവിയർ ചേഞ്ച്. When self-aware, individuals are more likely to evaluate their actions against their internal standards, leading to adjustments in behavior to align with their desired self-image. അപ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സെൽഫ് അവെയർ ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തെറ്റിപ്പോയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ വീണ്ടെടുത്ത് ശരിയാക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനോട് ഒത്തുപോകുന്നതല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കാറുണ്ട്. ഓക്കെ, ഈ തിയറി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്നാണ് നമ്മൾ ഇനി വിവരിക്കാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻസ് ഓഫ് സെൽഫ് അവെയർനെസ് തിയറി. ഫസ്റ്റ് വൺ ഇസ് സെൽഫ് റെഗുലേഷൻ. Understanding self-awareness can help individuals to manage their emotions, impulses and behaviors by actively monitoring their internal states. സ്വന്തം ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ഥിതിവിശേഷം മോണിറ്റർ ചെയ്യുന്നതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഇമ്പൾസസ്, ബിഹേവിയറൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. നമ്മൾ വല്ലാണ്ട് എന്താ പറയുക, നമ്മൾ വളരെ ഇമോഷണൽ ആവുന്ന, ചിലപ്പം ദേഷ്യപ്പെടുന്ന, പൊട്ടിത്തെറിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ സ്വയം വിലയിരുത്തുകയാണ്, ഞാൻ ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു. അപ്പം നമ്മൾ സ്വയം നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി പഠിക്കുകയും മറ്റൊരു ദിവസം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കഴിയുന്നതും ആ ഇമോഷൻസ് പുറത്തെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അത്തരത്തിൽ സെൽഫ് റെഗുലേഷൻ, അതായത് സ്വയം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് സെൽഫ് അവെയർനെസ്. അപ്പോൾ സെൽഫ് അവെയർനെസ് തിയറിയുടെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ അല്ല ഉപയോഗം എന്ന് പറയുന്നത് സെൽഫ് റെഗുലേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് എന്നാണ്. പല മനഃശാസ്ത്ര പ്രശ്നങ്ങളിലും ഈ ഒരു തിയറി ഉപയോഗിച്ചിട്ടാണ് ആളുകളെ കൺട്രോൾ ചെയ്യാറുള്ളത്, കൺട്രോൾ ചെയ്യാൻ സഹായിക്കാറുള്ളത്. Next is social influence. By being aware of how their actions are perceived by others, individuals can adjust their behavior to create a desired social impression. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേഷ്യപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ കരഞ്ഞു കൂവി ആകെ സീനാക്കുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്താണ് വിചാരിച്ചിരിക്കുക എന്ന് നമ്മളെപ്പോഴാണ് ചിന്തിക്കുക. നമ്മൾ സ്വയം അവലോകനം ചെയ്യുമ്പോഴാണ്, അയ്യോ ഞാൻ അങ്ങനെ കരഞ്ഞ് നാശമായല്ലോ, എല്ലാവരും എന്നെ പറ്റിയിട്ട് എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക, അവർ തൊട്ടാവാടിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവുമോ, അവർക്ക് എന്നെ പറ്റിയിട്ടുള്ളൊരു ഇമ്പ്രഷൻ പുച്ഛമായിരിക്കുമോ എന്നൊക്കെ നമ്മൾ സെൽഫായിട്ട് ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ സ്വഭാവം ഇല്ലാതാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയും നമുക്ക് കുറച്ചും കൂടെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് വരുത്തി തീർക്കാൻ അതുവഴി സാധിക്കുകയും ചെയ്യുന്നുള്ളതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പേഴ്സണൽ ഗ്രോത്ത്. Utilizing self-reflection and self-evaluation can facilitate person's development by identifying areas of improvement. നമ്മൾ ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ തൃപ്തിയായിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മൾ പെരുമാറുന്നതെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സിൽ നിന്ന് താഴെ പോകുന്നത് എന്നും നമുക്ക് വിലയിരുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ താഴെ പോകുന്ന അതല്ലെങ്കിൽ നമ്മൾ തെറ്റി നടക്കുന്ന ആ ഒരു ഏരിയ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും അങ്ങനെ നമുക്ക് പേഴ്സണലി ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ സെൽഫ് അവെയർനെസ് തിയറിയുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് അവെയർനെസ് തിയറി എന്താണെന്ന് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിക്കുകയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സാം എഴുതുകയും ചെയ്യും. Thank you.